ഹലോ, എല്ലാവർക്കും ആദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു കിട്ടിലൻ ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നൊടിയടെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്കാണ് കേട്ടോ ഇത്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ നമുക്ക് നമ്മുടെ ഈ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടി നമ്മൾ ആദ്യം 2 ഉരുളക്കിഴങ്ങ് എടുക്കുക. നിങ്ങൾക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ച് ഉരുളക്കിഴങ്ങ് എടുക്കൂ കേട്ടോ. ഇതേ രീതിയിൽ തൊലിയോടെ കൂടി തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം തൊലിയൊക്കെ ഒന്ന് ഇതേ രീതിയിലൊന്ന് നമുക്ക് എടുത്ത് കളയാവുന്നതാണ്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഞാനിവിടെ ഒരു കുഞ്ഞ് സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇതേ രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ച് വേണ്ട ഉരുളക്കിഴങ്ങ് എടുക്കാൻ. ഞാനിവിടെ വളരെ കുറച്ച് സ്നാക്ക് തയ്യാറാക്കുന്നുള്ളൂ, അതുകൊണ്ട് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങ് ഇതേ രീതി നല്ലതുപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ നമ്മൾ ചേർത്ത് കൊടുക്കണം. കൂടാതെ ഇതിലോട്ട് ഒരു 3/4 ബൗളോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. 3/4 ബൗളിനടുത്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ബൗള് അരിപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇച്ചിരി മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മുടെ ഈ സ്നാക്കിലോട്ട് ഇച്ചിരി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്നാക്കിന് പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. അത് നമ്മൾ സ്പൂൺ വെച്ച് ജസ്റ്റ് ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുക്കണേ. ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ മാവ് ഒന്ന് ആദ്യം കുഴച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഇതേ രീതിയിൽ എല്ലാം റോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ റോൾ ചെയ്തെടുത്തോട്ട് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലോ കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം ഇതേ രീതിയിലൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അതിന് വേണ്ടി ഒരു കടായി നല്ലതുപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ സ്നാക്ക് ഓരോന്നായി ഇതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതേ രീതിയിൽ എല്ലാ സ്നാക്കും ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാവുന്നതാണ്. പെട്ടെന്ന് ഇളക്കി കൊടുക്കാനേ പാടില്ല. ഒരു ഭാഗം നല്ലതുപോലെ വെന്തതിന് ശേഷം മറുവശം അതേ രീതിയിൽ മറിച്ചിട്ട് കൊടുത്ത് വേവിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പൊട്ടിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വശം നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഞാനിവിടെ മറുവശവും അതേ രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തുടക്കത്തിൽ തന്നെ പെട്ടെന്ന് സ്നാക്കൊക്കെ മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്നാക്ക് പൊട്ടിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമയോടെ തന്നെ ഒരു വശം നല്ലതുപോലെ ഒന്ന് വെന്തതിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുക. കുട്ടികളൊക്കെ സ്നാക്ക് ചോദിച്ച് കരയുന്ന സമയത്ത് നമുക്ക് നൊടിയടെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ ഇത്. വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ ടേസ്റ്റിയായി നമുക്ക് ഹെൽത്തി ആയ സ്നാക്കിനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ച് തന്നെ ഒത്തിരി സ്നാക്ക് റെസിപ്പിയൊക്കെ കണ്ടിട്ടുണ്ട്. അതിനേക്കാൾ വളരെ ഈസിയായി നമുക്ക് നൊടിയടെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് ഇത്. എല്ലാവരും ഇതേ രീതിയിലൊക്കെ സ്നാക്ക് തയ്യാറാക്കി നോക്കുക. നമ്മുടെ സ്നാക്ക് നല്ലതുപോലെ ക്രിസ്പിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ കോരി മാറ്റി വയ്ക്കാവുന്നതാണ്. എല്ലാവരും ഇതേ രീതിയിൽ ഈവനിങ് സ്നാക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, ഫീഡ്ബാക്ക് കമൻറ്റായി കൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെയുള്ള കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.